GST വരുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതായത് മൾട്ടിപ്ലിസിറ്റി ഓഫ് ടാക്സസിനെ അവോയ്ഡ് ചെയ്തിട്ടാണ് GST വന്നിരിക്കുന്നത്. അതായത് പിന്നെ കാസ്കേഡിംഗ് എഫക്റ്റിനെ അവോയ്ഡ് ചെയ്യാൻ GST കൊണ്ട് സാധിച്ചിട്ടുണ്ട്. കാസ്കേഡിംഗ് എഫക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സ് ഓൺ ടാക്സ്. ആദ്യം വാറ്റിലൊക്കെ ഉണ്ടായിരുന്ന ടാക്സിന്റെ മുകളിൽ തന്നെ വീണ്ടും നമ്മൾ ടാക്സ് കണക്കാക്കുന്ന ഒരു സിസ്റ്റം ആയിരുന്നു. പക്ഷെ GST വന്നതിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്, ടാക്സ് ഓൺ ടാക്സിനെ അവോയ്ഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, GST വന്നിരിക്കുന്നത്. അതുപോലെ ടെക്നോളജി ഡ്രിവൺ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കും അതുപോലെ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ എവിടെ നിന്നിട്ട് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, GST രജിസ്ട്രേഷൻ മുതൽ ഫയലിംഗ് വരെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ ഇൻക്രീസ്ഡ് റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ GST വന്നതിന് ശേഷം നോർമൽ ആയിട്ടുള്ള എല്ലാ ബിസിനസ്സുകളും ഇപ്പൊ 20 ലാഖിന്, സർവീസിന്റെ കേസിൽ 20 ലാഖ് ആവട്ടെ, ഗുഡ്സിന്റെ കേസിൽ 40 ലാഖിന്റെ മുകളിൽ ടേൺ ഓവറുള്ള എല്ലാ ബിസിനസ്സുകളും എന്ത് ചെയ്യാൻ തുടങ്ങി, GST രജിസ്ട്രേഷൻ എടുക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ